എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആദിയുടെ ഷോ കാണണം എന്നുള്ളത്. അപ്പോൾ ചെന്നൈയിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു, നീ പോയി കാണ്, നല്ലൊരു അനുഭവമായിരിക്കും എന്ന്. അങ്ങനെ അമ്മ പറഞ്ഞ കഥയെല്ലാം മാന്ത്രികനെ കാണാനാണ് ഞാൻ പോയത്. കാലത്ത് എഴുന്നേറ്റപ്പോൾ ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ആകെ ഡബിൾ മൈൻഡായിരുന്നു, പോകണോ വേണ്ടായോ. പക്ഷേ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തതാണ് ആദ്യക്കൊപ്പം ആ സ്റ്റേജിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ നമ്മളവിടെ എത്തി. രാത്രി 11:30 ആയിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ ലൈഫിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ മറ്റേമ്മ, എൻ്റെ അമ്മയുടെ അമ്മമ്മയാണ്, ഞങ്ങളെല്ലാവരുടെയും മറ്റേമ്മ. നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും കരുതൽ തന്നിട്ടുള്ള, നമുക്കൊക്കെ വേണ്ടി അത്രയും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന, ഇപ്പോഴും വേറൊരു ലോകത്തിരുന്ന് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളൊപ്പം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൺമുന്നിലാണ് അമ്മ മരിച്ചത്. ഒരു മരണ വീട്ടിൽ പോകാൻ അത്രയും ഡിസ്കംഫേർട്ടായിരുന്നു എനിക്ക്. മരിച്ച ഒരാളുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അത്രയും പേടിയായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ബ്രേക്ക് ചെയ്തതല്ല, ബ്രേക്ക് ആയത് മറ്റേമ്മയുടെ മരണത്തിലൂടെയാണ്. ഇന്ന് ഈ ദിവസം വരെ അമ്മയെക്കുറിച്ചുള്ള മെമ്മറി എൻ്റെ ലൈഫിൽ എൻഡ് ചെയ്തത് ആ ഒരു മരണവും അമ്മേനെ ഞാൻ കെട്ടിപ്പിടിച്ച് കരയുന്നതും അമ്മയ്ക്ക് അവസാനമായിട്ട് ഉമ്മ കൊടുക്കുന്നതും അമ്മേനെ ദഹിപ്പിക്കാനായിട്ട് അവർ കൊണ്ടുപോകുന്നതും ഒക്കെയാണ്. 2.5 ആഴ്ച മുന്നെയാണ് ഞാൻ ഈ ഷോയ്ക്ക് ബുക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഷോ ബിഗിൻ വിത്ത് മീ. ഇതൊക്കെ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തു, ആ സ്റ്റേജിൽ കയറണം, ആദ്യനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ ലൈഫിൽ ഒരു എൻഡ് പോയിൻ്റ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടത് ചേഞ്ച് ആകുന്നത്. ത്രൂ ഹിം, വിത്ത് ഹിം. എനിക്കറിയില്ല എങ്ങനെയാണത് കോയിൻ ചെയ്യേണ്ടതെന്ന്. ഐ വാസ് ഏബിൾ ടു സെൻസ് ഹർ. അമ്മയുടെ ആ ചിരി, അമ്മ പറയുന്ന കാര്യങ്ങൾ, ആ സ്മെല്ല്, ഇതിലൊക്കെ ഉപരി എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത്, ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഐ ക്യാൻ സീ എ ലോക്കറ്റ്. ആദിയുടെ മാലയിലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് ലോക്കറ്റ് ഇറ്റ് വാസ് റിട്ടൺ ലൈക്ക് ഇൻ ദ ലവിങ് മെമ്മറി ഓഫ് മറ്റേമ്മ. എല്ലാവരും അമ്മുമ്മ, മുത്തശ്ശി, അമ്മാമ്മ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊക്കെ മറ്റേമ്മ എന്നാണ് പറയുന്നത്. അത് വളരെ യുണീക്കായിട്ടുള്ളൊരു പേരാണ്, വേറെ എങ്ങും ഞാൻ കേട്ടിട്ടുമില്ല. ആൻഡ് ഐ ക്ലിയർലി സോ ദാറ്റ് ഇൻ ഹിസ് ലോക്കറ്റ് ആൻഡ് ഹി സെഡ് ലൈക്ക് ഒരു മാസം മുന്നേ കാർവ് ചെയ്തെടുത്തതാണ്. ഞാൻ ഈ ഷോ ബുക്ക് ചെയ്യുന്നത് ഒരു 2.5 ആഴ്ച മുന്നെയാണ്. റാൻഡംലി ഐ ഗോട്ട് ദ ഓപ്ഷൻ ടു ഗെറ്റ് ഇൻ ടു ദ സ്റ്റേജ്. കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ലൈഫിൽ ഒരുപാട് വേദനയോട് ഇട്ടിരുന്നൊരു ഫുൾ സ്റ്റോപ്പിന് ഇന്ന് എത്ര മനോഹരമായൊരു ക്ലോഷറാണ് എനിക്ക് ലഭിച്ചത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ആദി. നിങ്ങളെ കണ്ടതിലും സംസാരിച്ചതിലും നിങ്ങളുടെ ഷോയുടെ ഒരു പാർട്ടായതിലും ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ ഒരു നല്ല മെമ്മറി എനിക്ക് തന്നതിനും പിന്നെ ആ ക്ലോക്കിനും. ആദി, you are a lifetime person and thank you for being that Mandrigan in my life.